45 അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ചിന്തയ്ക്കാധാരമായി നമുക്ക് വായിക്കാം. We can read from Isaiah chapter 45 verses 1 to 7. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവന് ജാതികളുടെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിൻ്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും അറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. സൂര്യോദയത്തിങ്കലും അസ്തമനത്തിങ്കലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്നറിയേണ്ടതിന് തന്നെ. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ ആകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയും സൃഷ്ടിക്കുന്നു. യഹോവയെ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. Thus says the Lord to his anointed, to Cyrus whose right hand I have held, to subdue nations before him and loose the armor of kings, to open before him the double doors, so that the gates will not be shut. I will go before you and make the crooked places straight. I will break in pieces the gates of bronze and cut the bars of iron. I will give you the treasures of darkness and hidden riches of secret places, that you may know that I, the Lord, who call you by your name, am the God of Israel. For Jacob my servant's sake, and Israel my elect, I have even called you by your name. I have named you, though you have not known me. I am the Lord, and there is none other. There is no God besides me. I will gird you, though you have not known me, that they may know from the rising of the sun to its setting that there is none besides me. I am the Lord, and there is no other. I form the light and create darkness. I make peace and create calamity. I, the Lord, do all these things. കതകുകൾ അവന് മുൻപിൽ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. I have held his right hand so that the doors will be open before him and the gates will not be shut. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുകയും ചെയ്യും. I will go before you and make the crooked places straight and break in pieces the gates of bronze. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഞാൻ ഇസ്രായേലിന്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. That you may know that I am the Lord of Israel, who calls you by name. I will give you the treasures of darkness and hidden riches of secret നീ എന്നെ places. അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. I have even called you by your name, but you have not known me. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. I am the Lord, and there is no other. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. There is no God besides me. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. I girded you, though you have not known me. ഈ വചനം ഇസ്രായേലിൻ്റെ ഭാവിയോടുള്ള ബന്ധത്തിലും കോരശ് രാജാവിനോടുള്ള ബന്ധത്തിലുമാണ് പരിശുദ്ധാത്മാവ് യെശയ്യാവിലൂടെ സംസാരിക്കുന്നത്. This message was spoken by the Holy Spirit through Isaiah regarding the future of Israel and King Cyrus. കോരശ് അഥവാ സൈറസ് വളരെ പ്രസിദ്ധനായ മെഡോ പേർഷ്യൻ രാജാവായിരുന്നു. Cyrus was a very famous Medo-Persian king. വളരെ ശക്തനായ ബോൾഡായ ഒരു രാജാവായിരുന്നു. He was a strong and very bold king. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം അവനെ വിളിക്കുന്നത് എൻ്റെ ഇടയൻ എന്നാണ്. In the word of God we can read God calls him as my shepherd. മറ്റൊരു ഭാഗത്ത് കോരശിനെ കുറിച്ച് ദൈവം പറയുന്നു, അവൻ he is the anointed one, അവൻ എൻ്റെ അഭിഷക്തനാകുന്നു. And in another place the Lord says he is my anointed one. ഈ രണ്ട് ടൈറ്റിലുകളും യൂഷ്വലായി ഉപയോഗിക്കുന്നത് ഇസ്രായേലിലെ ദൈവം തിരഞ്ഞെടുത്താക്കിയിരിക്കുന്ന ലീഡർഷിപ്പിനെ
ലീഡർഷിപ്പിന് വേണ്ടി റിസർവ് ചെയ്തിരുന്ന പദങ്ങളാണ് മൈ ഷെപ്പേർഡ് ആൻഡ് ദ അനോയിൻറ്റഡ് വൺ. These two titles, that is my shepherd and my anointed one, were reserved as titles for the leaders of Israel. എന്നാൽ ദൈവവുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു രാജാവായിരുന്നു സൈറസ് എന്ന് പ്രത്യേകമായിട്ടൊരു ഭാഗത്തും പറയുന്നില്ല. We cannot see anywhere that Cyrus was someone who had a relationship with God. അപ്പോൾ എങ്ങനെയാണ് ദൈവം എൻ്റെ അഭിഷക്തൻ മൈ ഷെപ്പേർഡ് എൻ്റെ ഇടയൻ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? Then how can God introduce him as my anointed and my shepherd? ഈ കോരശ് രാജാവിനെ സംബന്ധിച്ച്, കോരശ് രാജാവിനെ കുറിച്ച് വളരെ പ്രസിദ്ധമായിട്ടുള്ള മെഡോ പേർഷ്യൻ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള മിത്തോളജിയുടെ ഭാഗമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. About this King Cyrus, who was a Medo-Persian king, there is famous historical evidences in mythology as well. മേദ്യരുടെ രാജാവായിരുന്നതായ അസ്റ്റേജസ് എന്ന് പറയുന്ന ആ രാജാവിന് ഒരു മകളുണ്ടായിരുന്നു. King of Medes, Astyages, had a daughter. ആ മകൾക്ക്, ആ രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യം, വളരെ നന്നായി ആ രാജ്യം അദ്ദേഹം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. It was a time when that king was ruling and the kingdom was going very well. ഈ രാജാവിന് ഒരു മകളുണ്ടായിരുന്നു. This king had a daughter. ഈ മകൾ വിവാഹപ്രായമെത്തി. And that daughter reached the age of marriage. അവളുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട സമയം വന്നു. And the time came for a thought about her marriage. അപ്പോൾ അവരുടെ രാജസന്നിധിയിലുള്ളതായ പ്രവാചക ഗണങ്ങൾ, അവർക്ക് ആലോചന കൊടുക്കുന്നതായ ജ്യോതിഷന്മാർ, അതുപോലെയുള്ള ആളുകൾ രാജാവിനോട് പറഞ്ഞു, അങ്ങയുടെ ഈ മകൾ, അവൾ വിവാഹിതയായി അവൾക്കൊരു മകനുണ്ടായാൽ അവൻ അങ്ങയുടെ തല ബിഹഡ് ചെയ്യും, ശിരച്ഛേദം ചെയ്യും എന്ന് പ്രവചിച്ചു പറഞ്ഞു. At that time, the prophets and the sorcerers counseled the king that if this daughter has a son, that son will come and behead you. അപ്പോൾ ആ ഒരു ഭയപ്പെടുത്തുന്നതായ ആലോചനയുടെ മുൻപിൽ ഈ അസ്റ്റേഗസ് എന്ന് പറയുന്ന രാജാവ് ഈ മകളുടെ വിവാഹം നടത്താൻ ഒരുപാട് ഡിലേ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയി. Therefore, the King Astyages, in the midst of this fearful counsel, started delaying the marriage of his daughter. അങ്ങനെ ഒരുപാട് നാൾ മുടക്കി നിർത്താൻ കഴിയാത്തത് കൊണ്ട് ഒരു വിവാഹം നടത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു. Because he could not delay it for long, he planned for a marriage. പക്ഷേ ബുദ്ധിപരമായി അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഈ മകൾ എവിടെയെങ്കിലും വിദൂരതയിൽ പോയി വിവാഹ ജീവിതം നടത്തി അവൾ സുഖമായി ജീവിച്ചു കൊള്ളട്ടെ അദ്ദേഹം ചിന്തിച്ചു. But he tried to take a wise decision that this daughter can be married and go to a far off land. പേർഷ്യൻ രാജാവിൻ്റെ മകൻ പ്രിൻസുമായിട്ട് വിവാഹ നിശ്ചയം ഉറപ്പിച്ചു. So the marriage was fixed with the prince of Persia. മേദ്യരും പേർഷ്യൻസുമായിട്ട് വലിയ അലയൻസ് ഇല്ലാത്ത കാലമാണ്. That was a time when the Medes and Persians did not have an alliance. എന്നിരുന്നാലും അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എടുത്തു. But even though that decision was made, അങ്ങനെ വിവാഹം കഴിച്ച് ആ മകളെ അയച്ചു. and in that manner the marriage happened and the daughter was sent. അവൾ മറ്റൊരു രാജ്യത്ത് അവൾ ജീവിക്കുകയാണ്. She went to a different kingdom now. ഈ സമയങ്ങളുടെ നീക്കത്തിൽ അവൾ കൺസീവായി ഒരു പൈതലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. And time came and she conceived and started waiting for a child. ഈ വാർത്ത അസ്റ്റേഗസ് എന്ന് പറയുന്ന തൻ്റെ പിതാവായ രാജാവ്, മേദ്യ രാജാവ് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ മനസ്സിന് ഭീതി പടർന്നു. And when the king, that is her father, got to know about this, he started being fearful. അങ്ങനെ ഒരു തലമുറ ഉണ്ടായാൽ അതെന്നും തൻ്റെ ലൈഫിന് ത്രട്ടാണ് എന്ന് കരുതി അതിനെ എങ്ങനെയെങ്കിലും ഡിസ്ട്രോയ് ചെയ്യുവാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. He planned to destroy that son who will be born because he will be always a threat for him. അങ്ങനെ ആ സമയത്ത് വളരെ സ്നേഹത്തോടെ ഈ മകളെ ആ ഡെലിവറിയും അതിനോട് ചേർന്ന കാര്യങ്ങൾക്കായിട്ട് ഈ പാലസിലേക്ക് വിളിക്കുന്നു. So the daughter was called back to the palace for the time of labor and delivery. അതിനുശേഷം ഈ രാജാവ് തൻ്റെ ക്യാബിനറ്റിലുള്ളതായ വിശ്വസ്തനായ ഒരു മിനിസ്റ്ററിനോട് ചുമതലപ്പെടുത്തി ജനനത്തിൽ തന്നെ ഈ കുഞ്ഞിനെ കൊന്നുകളയുക. And the king assigned a very faithful servant of his that
when the child is born, that he should be killed at that അങ്ങനെ time. കാര്യങ്ങൾ നടന്നു പോകുമ്പോഴാണ് ഈ ഏൽപ്പിച്ച മിനിസ്റ്റർക്ക് എക്സ്ട്രാ മെരിറ്റൽ അഫയറിലൂടെ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സമയമായിരുന്നു. And during that time, the assigned minister had an extramarital affair and was expecting a child through that relationship. ആ കുഞ്ഞ് സ്റ്റിൽ ബർത്ത് ആയിരുന്നു, ചാപിള്ളയായിട്ടാണ് ജനിച്ചത്. The child was born as stillbirth that time. അപ്പോൾ ഈ ചാപിള്ളയായ ഈ കുട്ടിയെ അതിൻ്റെ ശരീരം കൊണ്ടുവന്ന് അസ്റ്റഗസ് രാജാവിൻ്റെ മുൻപിൽ മിനിസ്റ്റർ പ്രസൻറ്റ് ചെയ്തിട്ട് ഈ മകൾ പ്രസവിച്ച മകനെ അദ്ദേഹം സൂക്ഷിച്ചു. So this minister brought forth his own stillborn child in place of that daughter's child. പക്ഷേ ഈ കുഞ്ഞിനെ അധിക നാൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിർത്തി വളർത്താൻ കഴിയില്ല. But then he could not keep this son safe and brought up in that same palace. ഈ കുഞ്ഞിനെ എവിടെയെങ്കിലും അത് വളരട്ടെ എന്ന് വിചാരിച്ച് ആടുകളെ മേയ്ക്കുന്ന ആട്ടിടയന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. So this minister took hold of this son and sent into a person who was a shepherd who was treating the goats. അങ്ങനെ ആട്ടിടയന്മാരുടെ കൂടെ ഇവൻ ഇങ്ങനെ വനാന്തരത്തിലെല്ലാം ആടുകളെ മേയിച്ച് കൊണ്ടുപോകുമ്പോൾ ആ കൂട്ടത്തിൽ വളർന്നു. And this boy came up along with that shepherd, along with the sheep and the pasture there. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ കോരഷ് അല്ലെങ്കിൽ ഈ പൈതല് ഇടയന്മാരുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോകുന്നു, കാണാതായി പോയി. And on one occasion, this boy who was Cyrus was lost from the shepherd's hand. അവിടെ വെച്ചാണ് കാട്ടിലുള്ളതായ ഒരു ചെന്നായ് ഇതിനെ കൊണ്ടുപോയി വളർത്തുകയാണ്. And that time, a wild wolf takes hold of this son and is bringing him up. ആ കോരഷിന്റെ ചരിത്രം മുഴുവൻ പഠിക്കുമ്പോൾ എങ്ങനെ ഈ ചെന്നായ് ബിഹേവ് ചെയ്യുമോ അതുപോലെ ഈ കുഞ്ഞ് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. And if we read history, how the wolf behaves, Cyrus, that boy started behaving. 4 കാലിൽ അവൻ നടക്കാൻ തുടങ്ങി. He started walking on 4 legs. ചെന്നായുടെ എല്ലാ സ്വഭാവവും ബോൾഡ് നേച്ചറും എല്ലാം വളരെ കടുപ്പത്തോടെ തന്ത്രശാലിയായി പ്രവർത്തിക്കുന്ന എല്ലാ നേച്ചറും അവനിലേക്ക് വന്നു. And this boy learned all that wild, bold and clever nature of that wild wolf. ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞു. And a lot of time passed by. വളരെ യാദൃച്ഛികമായിട്ട് ഈ ചെന്നായുടെ പോലെ ഇവൻ ഇങ്ങനെ കാട്ടിൽ അലയുമ്പോൾ ഇടയന്മാരുമായി കാണാനിടയായി. And on one occasion when this boy was behaving as a wolf and roaming around on 4 legs, the shepherds saw him. ഇടയന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ 2 കാലിൽ നടക്കുന്നത് കണ്ടു. And when he saw the shepherds that they were walking on 2 legs, ഇതെന്താണ് വ്യത്യാസം, ഇതെനിക്കും കഴിയില്ലേ എന്ന് ചിന്തിച്ചു. he thought that why is this different, why can't I do it? അങ്ങനെ അവൻ തൻ്റെ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു. Then he tried to stand on his 2 legs. അങ്ങനെ ശ്രമിച്ചപ്പോൾ അവന് നിൽക്കാൻ സാധിച്ചു. And when he tried, he could stand. അവര് പെട്ടെന്ന് ഇടയന്മാരുമായി അവൻ സംസാരിച്ചു. And then he started speaking with the shepherds. ഇടയന്മാർക്ക് ബോധ്യമായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ പൈതലായിരുന്നു ഇവനെന്ന്. And the shepherds realized this is the same boy we lost long time back. പിന്നീട് ചരിത്രം പറയുന്നത് ഈ ഇടയന്മാർ അവനെ അവൻ്റെ ഒറിജിനൽ മാതാപിതാക്കളുടെ കരങ്ങളിൽ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. And then history says that these shepherds bring him back to his original parents. അങ്ങനെ ദൈവാലോചന പോലെ അവൻ അവിടെ വളരെ ശക്തമായി വളർന്നു വന്നു. And as per the will of the Lord, the boy was brought up in a powerful manner. അവൻ ആ പാലസിൽ തന്നെ വന്നു. And the boy came back to that same palace. ചരിത്രം പറയുന്നത് ആ ആലോചന എങ്ങനെ വന്നുവോ അതുപോലെ ആ മേദ്യനായ രാജാവിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ശിരച്ഛേദം ചെയ്യുവാനിടയായി. And history says as the council was, he came up and beheaded his grandfather's head. അങ്ങനെ അവൻ മേദ്യരുടെ രാജാവുകയാണ്. And that's how he becomes the king of the Medes. മേദ്യരുടെ മാത്രമല്ല, കാരണം ഇവൻ്റെ പെറ്റേണലായിട്ടുള്ള റൂട്ട് കിടക്കുന്നത് പേർഷ്യൻസുമായിട്ടാണ്. ആ രാജ്യം ഒരുമിച്ച് മെഡോ പേർഷ്യൻ കിങ് ആയിട്ടാണ് അവൻ പിന്നെ വരുന്നത്. So he was not just the king of the Medes. Because of his paternal roots with Persians, he became the king of the Medo-Persian kingdom. ഈ മെഡോ പേർഷ്യൻ രാജാവിനെയാണ് ദൈവം പിന്നത്തേതിൽ
അടിമത്തത്തിലായിരുന്നതായ ബാബിലോണിൽ അടിമത്തത്തിലായിരുന്നതായ ഇസ്രയേൽ ജനത്തെ അവിടെ നിന്ന് റിലീസ് ചെയ്ത് യെരുശലേമിലേക്ക് തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് അയക്കുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തി. Then the Lord uses this Medo-Persian king to deliver his people Israel who were in captivity in Babylon, to bring them back to Jerusalem. വളരെ യാദൃച്ഛികമായുള്ള സംഭവമാണെന്നൊക്കെ നമുക്ക് തോന്നാം. We can feel it is a coincidence sort of experience. പക്ഷേ ഒരു കാര്യവും യാദൃച്ഛികമായിട്ട് ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല. But nothing on this earth happens as a coincidence. നമ്മുടെ ദൈവം ചരിത്രത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ്. Our God is someone who controls history. അവൻ ലോകത്തിൽ നടക്കുന്ന സകല സാഹചര്യങ്ങളെയും ദൈവം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അതിന്റെ മധ്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. Our God controls every situation and event happening on this earth. നമുക്ക് തോന്നും ലോകത്തിൽ നടക്കുന്ന ഒരുപാട് വളരെ കയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ദൈവമേ നീ കാണുന്നില്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷേ നാം മനസ്സിലാക്കണം, ഹി കൺട്രോൾസ് ദ ഹിസ്റ്ററി. When we see the chaotic events around us, we say, God, are you not seeing? But we need to understand he controls the history. ഈ സൈറസ് ജനിക്കുന്നതിന് 150 വർഷം മുൻപേ ഈ പേരോടുകൂടി തന്നെ പ്രവാചകൻ അവനെക്കുറിച്ച്, അവന്റെ ജനനത്തെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. Even Cyrus was born like 150 years before he was born. The prophet is calling him by name. അപ്പോൾ ദൈവം എത്രമാത്രം ഗൗരവമായിട്ടും കീനായിട്ടുമാണ് ലോകത്തെയും ചരിത്രത്തെയും സാഹചര്യങ്ങളെയും കാണുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. Therefore we need to know how serious our God looks seriously and intently upon the history of this world. അത് മാത്രമല്ല, ദൈവം തെരഞ്ഞെടുക്കുന്നവരെ അവൻ തെരഞ്ഞെടുത്ത് അവൻ ശക്തീകരിച്ച് അവൻ അവരെ ഉപയോഗിക്കുന്നു. And not just that, when God chooses someone, he chooses them, strengthens them and uses them mightily. നമുക്കറിയാം, ഈ സൈറസ് ഒരു പാഗൻ കിങ് ആയിട്ട് പോലും ദൈവം അവനെ ചൂസ് ചെയ്ത് അനോയിന്റ് ചെയ്ത് തന്റെ പദ്ധതിക്കായിട്ട് ഉപയോഗിക്കുകയാണ്. We know that even Cyrus was a pagan king. God is choosing him and using him for that mighty purpose. ദൈവത്തിന്റെ പദ്ധതികൾ ഒരിക്കലും പരിമിതികളിൽ നിറഞ്ഞതല്ല. Our God's plans are not limited by any constraints. ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് ഒരു ഡെമോഗ്രാഫിക്കൽ ജിയോഗ്രഫിക്കൽ ബൗണ്ടറി നമുക്ക് കൽപ്പിക്കാൻ കഴിയില്ല. And we cannot command a geographical or a demographical boundary for the Lord's plans. ദൈവത്തിനൊരു പ്രവൃത്തി ഒരു വ്യക്തിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ he will accomplish that. If our God wants to do something for a person, he will accomplish that. അത് മാത്രമല്ല, ദൈവം തന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. And not just that, our God fulfills his promises. അവനൊരു വാക്ക് പറഞ്ഞാൽ അതുപോലെ അവൻ ചെയ്യുന്നവനാണ്. He is enough able to do that. If he says a word, he's enough and able to do that. ഇവിടെ യെശയ്യാവ് സൈറസിനെ കുറിച്ച് പ്രവചിച്ച കാര്യങ്ങളെല്ലാം അതേപടി നടന്ന സംഭവമാണ്. Here, whatever Isaiah prophesied about Cyrus, it happened as it is. നാം ഓർക്കണം, നാം സേവിക്കുന്നതായ ദൈവം നമ്മെ വാഗ്ദത്തം കൊണ്ട് നിറച്ച നമ്മെ നടത്തുമ്പോൾ ഓർക്കണം, till the end of our life he is enough able to lead us and strengthen us. We need to understand the Lord we serve is enough and able to lead us till the end of our lives. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകുന്നില്ല. The promises of the Lord are never loosened or are never unfulfilled. നോക്കണം, അത് എത്രമാത്രം അസാധ്യമാണെന്ന് തോന്നുന്നതായാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവം വളരെ കൃത്യമായി നിറവേറ്റുന്ന ദൈവമാണ്. No matter how impossible they may seem, but God can clearly enough and able to fulfill it. ദൈവമക്കൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ വചനത്തിലും അവന്റെ വാഗ്ദത്തത്തിലും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം. And what was we as children of God do? We must completely believe in his word and trust in him and go forward. എന്താണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്? ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. The psalmist says, the fool has said in his heart, there is no God. ദൈവമില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു വ്യക്തി, ഒരു ഫൂളിഷായ വ്യക്തിക്ക് മാത്രമേ അങ്ങനെ പറയുവാൻ കഴിയുകയുള്ളൂ. Only a fool can say that there is no God. ചരിത്രം മനസ്സിലാക്കുന്ന ഒരാൾക്ക് പോലും പറയാൻ കഴിയില്ല ദൈവം വാഴുന്നു എന്നുള്ളത്. A person who understands history can never say that there is no God. നോക്കണം, ദൈവം അപ്രകാരം ചരിത്രത്തിലൂടെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ദൈവമാണ്. That is how our God intervenes in history and works for his നാം people. വായിക്കുന്നതായ തിരുവചനം മുഴുവനും, അത് ഹിസ്റ്റോറിക്കൽ ബുക്കാകട്ടെ, അത് സങ്കീർത്തനമാകട്ടെ,
അത് പ്രൊഫറ്റിക്കൽ ബുക്കാകട്ടെ, ഏതായിരുന്നാലും അതിനകത്തെല്ലാം ദൈവത്തിന്റെ പ്രവർത്തികളെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. Whatever we read from the Bible, be it historical books or Psalms, we read the great works of the Lord. ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിക്കുകയും ദിനംപ്രതി നാം മനനം ചെയ്യുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് വലിയ ധൈര്യവും നമുക്ക് വലിയ കോൺഫിഡൻസും ഇതിലൂടെ ലഭ്യമാകുന്നു. When we receive these words and meditate on it daily, we receive a great strength and confidence in our lives. ആ ധൈര്യത്തിൽ നിന്നുകൊണ്ടാണ് നാം നമ്മുടെ സ്റ്റെപ്പുകൾ മുൻപോട്ട് വയ്ക്കേണ്ടത്. And with that strength we need to take our steps forward. നാം അപ്രകാരം സ്റ്റെപ്പുകൾ മുൻപോട്ട് വയ്ക്കുമ്പോൾ നാം ഒരു സ്വപ്നം കാണുന്നത് പോലെ തോന്നും. അതിൻ പ്രകാരം ദൈവം നമ്മെ നടത്തുന്നതും ദൈവത്തിന്റെ പ്രവർത്തികളെ ജീവിത വഴികളിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. And when we proceed in that manner, we'll feel we are in a dream, but that's how the Lord leads us forward. ഇവിടെ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തൊരു വലിയ വാഗ്ദത്തം ഉണ്ടായിരുന്നു. There was a great promise which God gave to Israel, അവരെ ബാബിലോണിൽ നിന്ന് വിടുവിക്കുമെന്നുള്ളത്. that he will deliver him from Babylon. നോക്കണം, അവിടെ അവർക്ക് മിലിറ്ററി പവർ ഇല്ലായിരുന്നു. Israel is not having any military power. അവർക്ക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ളതായ ഒരു സംവിധാനമേ ഇല്ലായിരുന്നു. They are not having any resources or organization. അവരുടെ ഗ്രീവൻസസ് ബെൽഷസർ രാജാവിനോട് അറിയിക്കാൻ വേണ്ടി ഒരു തെരഞ്ഞെടുക്കപ്പെട്ടതോ അൺഓർഗനൈസ്ഡ് അൺസെലക്റ്റഡ് ആയിട്ടോ ഉള്ളതായ അല്ലെങ്കിൽ സെൽഫ് സ്റ്റൈൽഡ് ആയിട്ടുള്ളതോ ആയ ഒരു ലീഡർ അവിടെ ഇല്ലായിരുന്നു. They did not have any unorganized or self-styled leader who could put their grievances to King Belshazzar. പക്ഷേ ദൈവം പ്രവർത്തിക്കുകയാണ്. But God has started working. ദൈവത്തിന്റെ പദ്ധതികൾ ഇങ്ങനെ അവിടെ ഇവിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. And God's plans are being fulfilled here and there surrounding. ദൈവപൈതലിനു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി ആവലോടെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി അവിടവിടങ്ങളിൽ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. For the children who are looking expectantly to the Lord, the surroundings are, the plans of the Lord are fulfilling around him. നമ്മൾ വിചാരിക്കാത്ത മണ്ഡലങ്ങളിൽ ദൈവപ്രവർത്തികൾ നടക്കും. And the God's works are happening in places we are not even able to imagine. നാം ശ്രദ്ധിക്കണം, ഇസ്രായേലിനെ അവിടുന്ന് റിലീസ് ചെയ്യുവാൻ, ബാബിലോണിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിയോഗിച്ചത് ഈ സൈറസിനെയാണ്. We need to understand God appointed Cyrus to release the Israelites from the Babylonian സൈറസിന്റെ captivity. ജനനം, വളർച്ച, നിലനിൽപ്പ് എത്ര കാഠിന്യമേറിയതായിരുന്നു. We need to see how difficult was the birth and the upbringing of Cyrus. അപ്പോൾ നിങ്ങൾ പറയണം, ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? We need to say who was working behind him. ഇങ്ങനെ പ്രവർത്തിക്കാൻ ആർക്ക് കഴിയും ഈ ഭൂതലത്തിൽ? And who can work like this? ഇപ്രകാരം ഇടപെട്ട് തന്റെ വാഗ്ദത്തങ്ങൾ തന്റെ ടൈം സ്പാനിൽ നിന്നുകൊണ്ട് ഒരു സെക്കൻഡ് പോലും മാറാതെ നിവർത്തിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ശക്തിയുണ്ടോ? നിങ്ങൾ പറയൂ. Can we say, is there any other power who can come down and work for his promises as it is without even missing a second? So our God is a promise keeping God. That's why our God is a promise keeping God. നമ്മുടെ ദൈവത്തിന് അത്ഭുതകരമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. And our God can do it for us miraculously. അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ, if he ordained something, nobody can stand against him. If he has ordained something, nobody can stand against him. അവൻ ഒരു പ്രവൃത്തി ആരംഭിച്ചാൽ അവൻ അത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. If he has started a work, he will bring it to completion. അതിന്റെ അവസാനവും അവൻ വെൽ ഫിനിഷിംഗോട് കൂടി ചെയ്യുന്ന ദൈവമാണ്. Even the end, he will do it in a well finished manner. ഇന്ന് പകൽക്കാലം ദൈവജനം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. Today, we as the people, let us start praying to the Lord. ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിൽ വല്ലാതെ ഭയപ്പെട്ടും ഭാരപ്പെട്ടും ഞെരുങ്ങിയും നിങ്ങൾ നീങ്ങുമ്പോൾ, ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷനിലൂടെ നീങ്ങുമ്പോൾ, ദൈവാത്മാവ് പറയുന്നു, അല്പം നിൽക്ക്, ധൈര്യപ്പെട്ട് നിൽക്ക്, അവൻ വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്ന ദൈവമാണ്. We might be going through situations which are squeezing and straining us, but the Lord is saying, wait for some more time and he will come and work for you. അവന്റെ വാഗ്ദത്തങ്ങൾ ഒന്നും നിഷ്ഫലമായി പോകയില്ല. None of his promises will go unfulfilled. അതുമാത്രമല്ല, ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ, അവൻ ഇടപെട്ടാൽ, കാര്യങ്ങൾ ഏത് വലിയ മതിൽക്കെട്ടുകൾക്കുള്ളിൽ നിൽക്കുന്നതായാലും അതിനെ പൊളിച്ചു പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. Not just that, if he has promised something, even though the situation be like a great mountain, he will bring down and scatter it into pieces before us. മാനവരാശിയുടെ ഉദ്ധാരണത്തിനായി, മനുഷ്യരെ ലിബറേറ്റ് ചെയ്യുവാനായിട്ട് ദൈവം യേശുക്രിസ്തുവിനെ കണ്ടു. പക്ഷേ ജനനത്തിങ്കൽ തന്നെ തകർക്കാൻ ശ്രമിച്ചില്ലേ? God appointed Jesus for the deliverance of mankind, but even in the birth itself, they tried to put him to death.
എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത കിരാതന്മാരായ രാജാക്കന്മാർ നിൽക്കുമ്പോഴും അവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തപ്പോഴും ദൈവം സൂക്ഷിക്കാൻ, ദൈവം പ്രിസർവ് ചെയ്യുവാൻ, ദൈവം നിലനിർത്താൻ ഒരു വിഷയത്തിൽ തീരുമാനിച്ചാൽ അവനത് ചെയ്യുന്ന ദൈവമാണ്. It was a time of cruel and brute kings. Even though if the Lord wants to preserve something, He will do it. പലവിധ വിഷയത്തിൽ നിരാശപ്പെട്ട് ഒരു ഫ്രോസൺ സ്റ്റേറ്റിൽ നിങ്ങളുടെ മൈൻഡ് ഇരിക്കുന്നെങ്കിൽ ദൈവപൈതൽ ഈ വചനത്തിൽ ഉണരണം. If you are troubled about different matters and your mind is in a frozen state, we need to awake before this ഇങ്ങനെയുള്ള word. ദൈവാലോചനയുടെ മുൻപിലും നിങ്ങളുടെ ഹൃദയം തണുത്തുറഞ്ഞിരിക്കുന്നു എങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ? If our hearts are cold even before this message, how can the Lord work for us? ഈ പ്രകാരമുള്ള ദൈവവചനം നമ്മെ തൊട്ടുണർത്തുമ്പോൾ, ധൈര്യപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, നമ്മെ ബലപ്പെടുത്തുമ്പോൾ നാം ഉത്സാഹചിത്തരായി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. When the word comes and awakes us, let us be joyful and excited in the presence of the Lord to receive from Him. എത്രമാത്രം വലിയ എതിർപ്പുകളുടെ നടുവിലാണ് യേശു തന്റെ ശുശ്രൂഷ ചെയ്തത്. We need to see how much challenges and how many പക്ഷേ ആ things were against ശുശ്രൂഷയെ Jesus. എവിടെങ്കിലും ബ്രേക്ക് ചെയ്യാനോ നിർത്താനോ ആർക്കെങ്കിലും കഴിഞ്ഞോ? But could anyone stop Jesus' ministry or break him? ശത്രു അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് എന്തെങ്കിലും നടന്നോ? The enemy tried to finish him, but did it happen? ദൈവപൈതലേ, പരിശുദ്ധാത്മാവ് സ്പഷ്ടമായി പറയുന്നു, നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷയത്തിൽ ഇതുപോലാണ് കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. The children of God, the Holy Spirit is saying clearly, He wants to do the same thing in your lives. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷയത്തിൽ അതുപോലെ ദൈവം ഇടപെടുമെന്ന് ആത്മാവ് ആലോചന പറയുന്നു. The Holy Spirit is saying, for every one of your matters, the Lord will deal with you in the same manner. നിങ്ങളുടെ ഓരോ സങ്കടങ്ങളിലും ഇതുപോലെ ഇറങ്ങി വന്ന് ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരുക്കമുള്ളവനാണ്. In every sorrow of yours, the Lord is ready to come down and work for you. നാം ഓർക്കണം, നമ്മുടെ ദൈവത്തിന്റെ പരമാധികാരത്തെയാണ് നാം ഇന്ന് പകൽക്കാലം ഓർക്കേണ്ടത്. We need to understand the authority of our God. ഓൾ യൂണിവേഴ്സിന്റെ മേലുള്ളതായ അവന്റെ കൺട്രോൾ, നിയന്ത്രണം, അത് നാം ഇന്ന് ധ്യാനിച്ച് ദൈവത്തെ സ്തുതിക്കണം. അതോർത്ത് We need to remember His control over the whole universe. ഹല്ലേലൂയ, സ്തോത്രം. അത് എത്ര പ്രതികൂല സാഹചര്യങ്ങളായാലും അതിന്റെ നടുവിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. No matter how unfavorable the situation is, the Lord will come and work for His നമ്മൾ people. വിചാരിക്കും കാര്യങ്ങളൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന്. We can think that things are not in our control. എല്ലാ ചുറ്റുപാടുകളും പ്രതികൂലമായും കൈവിട്ടുപോയൊരവസ്ഥയിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. All our situations are adverse and out of our control. ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, But the കാര്യങ്ങളൊന്നും കൈവിട്ടു പോയിട്ടില്ല. Holy Spirit is saying nothing has gone out of control. ഒരു കാര്യം പോലും കൈവിട്ടു പോയിട്ടില്ല. Nothing has gone out of your hand. ഈ ദൂതായി തന്നെ നിങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. And we take this counsel message as it is and pray. ഈ ആലോചനയെ എനിക്ക് വേണ്ടിയുള്ളതാണെന്നുള്ളത് മനസ്സിൽ കരുതി ഹൃദയത്തിൽ ഏറ്റെടുത്ത് ദൈവജനം പ്രാർത്ഥിക്കാൻ തുടങ്ങുക. Let us confess that this message is for me and start praying in the presence of the Lord. കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടില്ല. Things have not gone out of hand. സമയം കഴിഞ്ഞു പോയിട്ടില്ല. The time is not over yet. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവൻ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും. The Lord is continuously intervening to work for you. ഹല്ലേലൂയ, ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെ നൽകുമെന്ന്. The Holy Spirit is saying, I will give you the treasures of darkness. എന്താണ് ഡിക്ഷണറി പറയുന്നത്? What does the dictionary say about it? Oh, something precious, Something very precious, something valuable. something very valuable. വിലപിടിപ്പുള്ളതായ കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നെന്ന്. Something very costly and valuable the God has appointed ദൈവമൈതലേ, for you. നിന്റെ ഇപ്പോഴത്തെ നീ അനുഭവിക്കുന്ന ആ ഇരുട്ടിന്റെ അനുഭവത്തില് ദൈവം നിനക്ക് ശ്രേഷ്ഠമായത് ചിലത് കരുതിയിരിക്കുന്നു. Even the dark experiences you are experiencing now, the Lord is ready to give you something valuable in that. Oh, something very special ആയിട്ടുള്ളത് ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. Something very special the Lord has prepared for you. ഹല്ലേലൂയ, ദൈവജനം പ്രാർത്ഥിക്കട്ടെ. Let us continue to pray in the ഓ, presence of the നിന്റെ Lord. ജീവിതത്തിന്റെ ഇന്നത്തെ അവസ്ഥകളുടെ നടുവില്, ഓ ദൈവം നിനക്ക് വേണ്ടി ആ അസാധ്യതകളുടെ നടുവില്, ആ ഇരുട്ടിന്റെ ഉള്ളറകളില് അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും.
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. In the current situations of darkness around you, the God is working for you in the midst of that darkness before you. ഇരുട്ടിലെ നിക്ഷേപങ്ങളെ അവൻ നിനക്ക് നൽകുന്നു. He will give you the treasures of darkness. ഇവിടെ സൈറസ് രാജാവിനോട് ദൈവം പറഞ്ഞു, ഞാൻ ഇരുട്ടിലെ നിക്ഷേപങ്ങളെ നിനക്ക് തരികയാണ്. Here the Lord is saying to King Cyrus, I will give you the treasures of ആർക്കും darkness. വേണ്ടാത്തവൻ, Nobody wants him. ആരോരുമില്ലാത്തവൻ, No, he had no one in his life. എത്രമാത്രം സ്ക്രൂപ്പുലസ് വേയിലുള്ളതായ ഇടപെടലുകളാണ് അവന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നടന്നത്. He had a very scrupulous dealings while he was born. പക്ഷേ if he ordained, our Almighty ordained something, nobody can challenge or nobody can stand against that. If our Almighty has ordained something, nobody can challenge or stand against that. ദൈവവേദന എന്തിനാണ് വിഷമിക്കുന്നത്? Today, why are we sorrowful? എന്തുകൊണ്ടാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? Why is our face let down? എന്തുകൊണ്ടാണ് നിന്റെ നീ വല്ലാതെ തളർന്നു പോകുന്നത്? Why are we weak and laden? സാഹചര്യങ്ങളെയും ഭാവിയെയും നോക്കി നീ തളരേണ്ട ആവശ്യമുണ്ടോ? You need not be weak and thinking about your ഈ future. കർത്താവിന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ലേ? Our Lord is capable and enough to work for us. പ്രവചനം പുസ്തകത്തിൽ പറയുന്നു, പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുതായിട്ടില്ല. In the prophetic book, he says his hand has not shortened that it cannot work for us. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. Ears have not gone weak that he cannot hear us. ഹല്ലേലൂയ. നിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കാൻ കഴിയാതെ വണ്ണം അവന് കേൾവി കുറവില്ലെന്ന്. His ears are not weak to not listen to your cries. പ്രാർത്ഥിക്കാൻ തുടങ്ങുക. Let us start praying. ഹല്ലേലൂയ. ഇന്നത്തെ ഇരുട്ടിനെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. Do not be worried about the darkness around you today. ചില പ്ലാന്റുകൾ ഉണ്ട്, ഇരുട്ടിലാണ് ഹല്ലേലൂയ ചില പ്ലാന്റുകൾ വളരുന്നത്. There are some plants which can grow only in the darkness. ചില ഇൻഡോർ പ്ലാന്റുകൾ ഉണ്ട്. ഹല്ലേലൂയ. അവയെ ഇരുട്ടിൽ ചില ആഴ്ചകൾ മാറ്റിവെക്കുമ്പോൾ വളരെ വളരെ റൂട്ടഡ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് വളരുന്നത് കാണാമല്ലോ. അതുപോലെ നിന്റെ ജീവിതത്തിന്റെ ഇന്നത്തെ പരിവരത്തെ അവസ്ഥകളൊക്കെ ശ്രേഷ്ഠമായ ചിലത് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. Just as some plants, when it is kept in the darkness, form roots and come up, the same way the Lord is going to use you and bring you up in your lives. ദൈവപൈതൽ നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുക. Let every one of you not be sad and continue to pray. ബന്ധത്തിൽ ഉറച്ചു നിൽക്കുക. Let us stand firm in the relationship with our Lord. നിന്നാൽ മതി. Just need to stand firm in അവന് വേണ്ടി that. നിന്നാൽ മതി. We just need to stand for him. മാറാതെ നിന്നാ മതി. We just need to stand and not go away from him. കാലത്തിന്റെയും ലോകത്തിന്റെയും പോക്കനുസരിച്ച് പോകാതെ അവനെ തന്നെ നോക്കി നിന്നാൽ മതി. We need not see the trends of the world and the cultures. We need to see him and അവൻ stand. പരിഹരിക്കും. He will resolve your issues. നിന്റെ കാര്യാദികളെ അവൻ ക്രമീകരിക്കും. He will provide solutions for your answers. ഹല്ലേലൂയ. ശക്തമായ ഉറപ്പാണ് ഈ പകൽ ദൈവാത്മാവ് നൽകുന്നത്. That is the firm hope we have today from the Holy Spirit. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി മറഞ്ഞിരിക്കുന്നതായ ഗുപ്തനിധികൾ അവൻ കരുതിയിട്ടുണ്ട്. And he has prepared the hidden riches in the secret places. ഹല്ലേലൂയ. സൈറസിന് വേണ്ടി അന്നത്തെ സൂപ്പർ പവറായ ബാബിലോൺ ലോകം മുഴുവൻ ക്യാപ്ചർ ചെയ്ത് പിടിച്ചു വെച്ച സകല നിധികളും സകലതും ഒരൊറ്റ രാത്രിയിലുള്ള ചില മണിക്കൂറുകൾ കൊണ്ടുള്ള ഇൻവേഷനിലൂടെ മെഡോ പേർഷ്യൻ കിങ്ങായ സൈറസിന്റെ കയ്യിൽ ലഭിക്കുകയാണ്. King Cyrus, through one night of invasion on that kingdom of Babylon, which had all the treasures and everything of that time, the Lord gave it to King Cyrus. പ്രവാചകൻ പറഞ്ഞാണ്, ആരും അടയ്ക്കാതെ വണ്ണം ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നിരിക്കുകയാണ്. And that's why in Isaiah he says, I will open the door no one can shut. ഇന്നത്തെ ആദ്യത്തെ ഫസ്റ്റ് സോങ് അതിങ്ങനെ കോയിൻസിഡന്റലായിട്ട് മീൻ ചെയ്തു വരുമെന്ന് എനിക്ക് ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല. I never thought the first song will come in a coincidental manner today. ഒരു ലൈൻ ഇങ്ങനെ വന്നു, അകന്നു പോയാലും അവൻ അടുപ്പിച്ച് നിർത്തുന്നവൻ. There is one line which says, even though I have gone far off, he will draw me close to him. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. Let us pray for a moment. വളരെ സ്പെസിഫിക് ആയിട്ട് ദൈവം നമ്മോട് ഇടപെടുകയാണ്. God is clearly speaking to us. യോശുവയോട് ദൈവം എന്താണ് പറഞ്ഞത്?
To Joshua, God said, യോശുവയുടെ മുൻപിൽ വലിയ ദൗത്യമാണുള്ളത്. Joshua had a great responsibility before him. തന്റെ മുൻപിൽ വളരെ ശക്തനായ ഒരു ലീഡറായിരുന്നു മുൻപുണ്ടായിരുന്നത്. And he had a great leader before him. എന്നാൽ ആ മോശ ഇപ്പോൾ ഇല്ല. But that Moses is no longer there. എത്ര വലിയ ചലഞ്ചിങ് ടാസ്ക് ആണ് യോശുവയുടെ മുൻപിലുള്ളത്. Joshua had a very challenging task before him now. ദൈവം അവനോട് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. God told him two things. യോശുവയെ, എൻ്റെ വചനങ്ങൾ നിന്റെ ഉള്ളിൽ നിന്ന് മാറരുത്. Joshua, may my words not depart from your heart. എൻ്റെ വചനം നിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഇരിക്കണം. And may my words always be there in your heart. നീ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് ലോകം പറയുന്ന കാര്യങ്ങളല്ല, നാട്ടുകാർ പറയുന്ന കാര്യമല്ല. പിന്നെയോ നീ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് എൻ്റെ വചനമായിരിക്കണം. You need not meditate on the things of the world or the people in the town, but need to meditate on my word. അങ്ങനെയെങ്കിൽ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ല. If that is so, then no man can stand before you. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുന്നു. Today the Holy Spirit is telling the church, ഈ ലാംഗ്വേജ് മനസ്സിലാകുന്ന ഓരോരുത്തരോടുമായി പറയുന്നു, and whoever can understand this language, നമ്മുടെ ധ്യാനം നമ്മുടെ ദൈവമായിരിക്കട്ടെ. let our meditation be our God. നമ്മുടെ ധ്യാനം എല്ലായ്പ്പോഴും, നമ്മുടെ ചിന്തയും നമ്മുടെ ധ്യാനവും നമ്മുടെ പാട്ടും എല്ലാം നമ്മുടെ ദൈവമായിരിക്കട്ടെ. Let our meditation, our thought and song be always be for our Lord. അവൻ കാര്യാദികളെ നേരെയാക്കും. He will make the path straight for അവൻ us. കാര്യാദികളെ ക്രമീകരിക്കും. He will make the problems and everything straight ഇന്ന് and sort പകൽക്കാലം it നാം out ഒന്ന് for us. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Can we continue to pray before the Lord? ഹല്ലേലൂയ. ദൈവം വൻകാര്യങ്ങൾ ചെയ്യും. God will do great things for us. ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളോടും ആവർത്തിച്ച് പറയട്ടെ, For everyone who is burdened today, ദൈവം നിങ്ങളുടെ കാര്യാദികളെ ക്രമപ്പെടുത്തും. the Lord will sort out your problems and situations. മനോഹരമായ പദ്ധതികൾ അവന് നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. The Lord will do beautiful plans for you. ഞാൻ ഒരുക്കിയിരിക്കുന്ന പദ്ധതി ഒരിക്കലും നിങ്ങളുടെ തിന്മയ്ക്കല്ല. As the Lord says, the plans I have for you is never for your harm, പിന്നെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. but always to prosper you. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. Only for your blessing. അതേ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. Yes, to prosper you. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. ചുരുക്കം സമയമുള്ള ഒരു പ്രാർത്ഥനയാണ്. Can we pray for some time before പക്ഷേ ഈ the Lord? പ്രാർത്ഥന വളരെ പ്രാധാന്യമേറിയ പ്രാർത്ഥനയാണ്. But this is a very important prayer. ഈ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കാൻ പോകുന്ന ചില ഘടകമായി മാറാൻ പോകുന്നത്. This prayer will turn out to be something which shapes your future. ഏത് ചുറ്റുപാടുകളെയും ഹാൻഡിൽ ചെയ്യാനായി കർത്താവ് ഇതിന്റെ മധ്യത്തിലുണ്ട് എന്നുള്ളതാണ്. And the God is in our midst to handle any sort of നമുക്കൊന്ന് surroundings. പ്രാർത്ഥിക്കാം. Can we continue to pray? സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. And we surrender and pray. എനിക്ക് വളരെ വ്യക്തമായി ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ ഉള്ളങ്ങളെ പരിശുദ്ധാത്മാവിലൂടെ ദർശിക്കാൻ കഴിയുന്നു. I am able to understand the burdened hearts through the Holy Spirit. നിങ്ങളുടെ ഉള്ളിലുള്ളതായ നീറ്റലും ആകുലതകളും പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. The Lord is showing the toil and strain in your heart. എങ്ങനെയാകും കാര്യങ്ങളെന്ന ഒരു രൂപവുമില്ലാതെ വലയുന്ന അനുഭവങ്ങളെ ദൈവാത്മാവിനെ കാണിക്കുന്നു. The Lord is showing there is no shape or form to the things which are before you. അതേ, പരിശുദ്ധാത്മാവ് അതിന് ഉത്തരമായി നൽകുന്നത് നീ ധൈര്യപ്പെട്ട് ദൈവത്തിൽ മുറുകെ പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ്. But the Holy Spirit is answering you today to be strong and be attached and cling to the Lord. പ്രാർത്ഥിച്ചാട്ട്. Let us pray. ഹല്ലേലൂയ. Hallelujah, Jesus. 2 മിനിറ്റ് നാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. We'll pray for some 2 minutes. ഈ പ്രയർ ടൈം ആർക്കും മിസ്സാകരുത്. Let no one miss this prayer time. ശത്രു പലതും അങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. The devil has already missed us many of. വിലയേറിയ ചില സന്ദർഭങ്ങൾ അവന് അപഹരിച്ചു കളഞ്ഞിട്ടുണ്ട്. He has missed many of our opportunities. എന്നാൽ ഇന്നത്തെ ഈ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ 2 minutes. But let these 2 minutes not be lost from our life. ഹൽഖരബ ശബ്ദൽ പ്രൗഢമൻ ഖരാദിയാന. ഹല്ലേലൂയ. ഓ റീബൽ പ്രബൽ ഖമനഗസ്യ. അതിരം തുറന്ന് എല്ലാവരും ആവശ്യക്കാർ പ്രാർത്ഥിക്കുക. Let's open our mouths and pray. ഓ ഹല്ലേലൂയ. പ്രാർത്ഥന നടക്കട്ടെ. ഹല്ലേലൂയ. Start praying in the presence of the Lord. ഓ റീബൽ പ്രബൽ ഖമനഗസ്യാന. ഉടമന ഹസ്താന രഹസ്യാന ഗ്രഹദന. നേരിട്ടിലാണെങ്കിൽ വിഷമിക്കേണ്ട. ഹിഡൻ റിച്ചസ്, മറഞ്ഞിരിക്കുന്ന ഗുപ്തനിധി നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. If you are in darkness, don't be sad. He has kept hidden riches for you. ദൈവത്തിന്റെ പ്രവൃത്തി തന്റെ ജനത്തിന്റെ മധ്യത്തിൽ നടക്കട്ടെ. Let the works of the Lord start to happen in the midst of his people. ഓ വെല്ലുവിളിയായി നിൽക്കുന്നതായ എല്ലാ ബ്ലോക്കുകളും മാറട്ടെ യേശുവിൻ നാമത്തിൽ. All the blocks which are challenging and standing ahead of us be removed in the ശത്രു name of Jesus. ഉയർത്തുന്നതായ പ്രതിബന്ധ കോട്ടകൾ തകരട്ടെ. All the towers the enemy has lifted us be broken down. ഓ സ്തോത്രം. ഭാരപ്പെടുത്തി ഉറക്കം കെടുത്തി സ്വസ്ഥത നഷ്ടപ്പെടുത്തി നിർത്തുന്ന വെല്ലുവിളികൾ ഈ പകൽ
കീഴടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. The challenges which are taking off our sleep and putting into discomfort be removed in the name of Jesus. തിരുനാമത്തിന്റെ ശക്തിയാൽ കീഴടങ്ങട്ടെ. In the power of the Holy Spirit, let it be dismantled in the name. ആഴമേറിയ ചില പ്രവർത്തികളെ കർത്താവ് ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. We praise God for the mighty works He is doing in our midst. ആഴങ്ങളിൽ ചില പ്രവർത്തികൾ നീ ചെയ്യുന്നതിനായി സ്തോത്രം. The Lord is doing some things in the deep for us, therefore we thank you. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ശക്തമായ ചില വിടുതലിന്റെ വ്യാപാരങ്ങളെ അങ്ങയക്കുന്നതിനായി നന്ദി പറയുന്നു. We thank you, God, for the things which you are doing, which our naked eyes cannot see, but you are doing it in secret. അങ്ങയുടെ മക്കളെ ഒന്നാകെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. We thank you, Lord, for blessing your people individually, Lord. നീ കണ്ണീര് തുടയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. We thank you for you are wiping away our tears. ഭയപ്പെടുത്തുന്ന വെല്ലുവിളികളെയും എതിർപ്പുകളെയും നീ ശാന്തമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. We thank you for silencing the challenges and the noises which are making us afraid. ശത്രു ഉയർത്തുന്നതായ ചില ആഭിചാരത്തിന്റെ വെല്ലുവിളികള് എല്ലാം അതിനെ നിർവീര്യമാക്കുന്നതിനായി അങ്ങയ്ക്ക് നന്ദി പറയുന്നു. The power of sorcery which the enemy is bringing us, you have dismantled, therefore we thank you, Lord. ചില രോഗബീജത്തിന്റെ വെല്ലുവിളികൾ അതിനെ സ്വർഗം ഇന്ന് നിർവീര്യമാക്കുന്നതിനായി ആ പദ്ധതികളെ ക്യാൻസൽ ചെയ്യുന്നതിനായി അങ്ങേ വാഴ്ത്തുന്നു. Today the heaven has already removed some sicknesses and those plans of the devil, therefore we thank you, Lord. ചില രോഗങ്ങൾ കൊണ്ടിട്ട് തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന, കുടുംബങ്ങളെ ഛിന്ന ഭിന്നമാക്കി കളയുന്ന ചില വെല്ലുവിളികൾ ഇന്ന് പകൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ പോര് ഈ പകലഴിഞ്ഞ് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Some challenges which are coming through sicknesses to break families and the peace, today the Lord is breaking them, therefore we thank you, Lord. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. In the name of Jesus, let it happen. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. In the name of Jesus, it is happening. ഓ യേശുവിൻ നാമത്തിൽ ആ പ്രവൃത്തി പൂർണ്ണമാകട്ടെ. In the name of Jesus, let that work come to pass. എല്ലാ ഡയഗ്നോസിസ് നോർമൽ ആകട്ടെ. All the diagnosis be brought back to normal. In the name of Jesus. ഹല്ലേലൂയ. ദൈവകരം അവിടുന്ന് ചലിക്കുന്നതിനായി നന്ദി. Your hand is moving in our midst, therefore we thank you, Lord. ഓ റബേഖൻ മൊറോഷൽബ റബത്തിരാസിയാന. ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നു. ദൈവപ്രവൃത്തി നടക്കുന്നു. ഓ ഹല്ലേലൂയ. ദൈവ പൈതലേ, തലമുറയെ ഓർത്ത് നീ കരയുന്നെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥനയും ഹല്ലേലൂയ നിന്റെ ഒരു ദൈവസന്നിധിയിലുള്ള ഒരുക്കവും കൂടുതൽ ശക്തിപ്പെട്ട് നീ മുൻപോട്ട് പോകട്ടെ. അവൻ കാര്യങ്ങളെ നോർമലാക്കും. If you're crying for your children, the Spirit is saying your prayer and your life be more proper before the Lord. He will take things into His hand. അവൻ കാര്യങ്ങളെ അബ്സല്യൂട്ട്ലി നോർമലാക്കും. He will make things completely normal. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Lord, we thank you, Lord. അവിടെ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്നതിനായി സ്തോത്രം. We thank you for coming down in our midst. ഞങ്ങളെ തൊട്ടതിനായി സ്തോത്രം. We thank you for touching us, Lord. ഞങ്ങളെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. We thank you for healing us. ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം. We thank you, Lord, for blessing എന്നും us. അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ തന്നെ പിന്നെയും സമർപ്പിക്കുന്നു. We surrender to live with you always. എല്ലാ മഹത്വവും കർത്താവിന്. All glory to you, Lord. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name, amen. നമുക്ക് കർത്താവിന് മഹത്വം കരേറ്റാം. കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise God.